Binida, good afternoon. BGKS, good afternoon. Good afternoon, sir. Okay, Arya. Aryയുടെ പുത്രിയാണോ അത്? പുത്രനാ സാർ. പുത്രനാണോ? യെസ്, ഓക്കെ 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 ഓക്കെ. സൂര്യ, ഗുഡ് ആഫ്റ്റർനൂൺ. MT 12ന്റെ ക്ലാസ്. ലിനി, ഗുഡ് ആഫ്റ്റർനൂൺ. ഈ മാസം അവസാനിക്കുന്നു. ഓക്കെ ഷമീമ, ഗുഡ് ആഫ്റ്റർനൂൺ. പിന്നെ അത് കഴിഞ്ഞാൽ 30, തൊട്ട് പുറകില് 40. ഓ, നിങ്ങൾ PAT വരുമല്ലോ സംഗീത. കാലത്തിന്റെ അനിവാര്യതയാണ് അല്ലേ? വിഷമുണ്ട് പറയാ എല്ലാവരും. അത് കുറച്ചു നാളത്തേക്ക് ഉണ്ടാവുള്ളൂ. അത് കഴിയുമ്പോൾ അത് മാറും. പിന്നെ പുതിയ പുതിയ വിഷമങ്ങളായി, പുതിയ പുതിയ വിഷയങ്ങളായി അങ്ങനെ 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 പോകും. പിന്നെ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഇംഗ്ലീഷൊക്കെ കാണുമ്പോൾ ഓർക്കുന്നുണ്ട്. ഓ, പണ്ട് ഞങ്ങളുടെ ജോബ് സാർ ഉണ്ടായിരുന്നു എന്ന് ചിലപ്പോ ഒന്ന് ഓർക്കും. അതേ ഉള്ളൂ അല്ലേ? ഇടയ്ക്കൊരു ഓർമ്മ വരും. ഒരു വഴിയില്ല അങ്ങനെ. മറവിതൻ മാരടത്തിൽ മയങ്ങിക്കിടന്നാലും ഓർമ്മകൾ ഓടിയെത്തി. ഞാൻ പറഞ്ഞതല്ല, വയലാറായിട്ട് പറഞ്ഞതാണ്. ഇടാ, മറവിതൻ മാരടത്തിൽ മയങ്ങിക്കിടന്നാലും ഓർമ്മകൾ ഓടിയെത്തി. ചില കാര്യങ്ങൾ നമ്മൾ ഓർക്കണ്ട എന്ന് വിചാരിച്ച കാര്യങ്ങൾ എപ്പോഴും ഓർക്കാറുണ്ട്. നമ്മുടെ മിത്രത്തെ കുറിച്ച് നമ്മൾ അധിക സമയം ആലോചിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം നമ്മുടെ ശത്രുവിനെ കുറിച്ചല്ലേ നമ്മൾ ആലോചിക്കുന്നു. എന്നാൽ അവള് അങ്ങനെ ചെയ്തല്ലോ, അവൻ അങ്ങനെ ചെയ്തല്ലോ. യെസ്, ഓക്കെ, ഇതൊക്കെ ശരിയാണ്. എത്രയോ ആളുകള് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. വൺ ഓഫ് മൈ യെസ്, അവരുടെ ഹസ്ബൻഡ് മരിച്ചുപോയി. അപ്പൊ അന്ന് മരിച്ചതിന്റെ അതിന് എനിക്ക് എന്തോ ഒരു അസൗകര്യം പോകില്ല. ഇന്നലെ വർഷം ഉള്ള കേസാണ്. പിറ്റേ ദിവസമാണ് ഞാനവിടെ ചെല്ലുന്നത്. അപ്പൊ ചെന്ന് കഴിഞ്ഞപ്പോ അമ്മായി എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഞാൻ ഇനി എങ്ങനെ മുന്നോട്ട് പോകും, അത് ഇത് ഭയങ്കര വിഷമം, ഭയങ്കര ദുഃഖവും ഭയങ്കര ഒക്കെയായിരുന്നു. പക്ഷെ ഒരു വർഷം കഴിഞ്ഞ ആണ്ടിന്റെ അന്നായപ്പോക്കും അമ്മായി ആളാകെ മാറി. എന്റെ ഡിഫറെന്റ്. യെസ്, 2-3 പിള്ളേരുണ്ട്, അവരെ കുറിച്ച് വിളിച്ചത് അങ്ങനെ എന്റെ ഡിഫറെന്റ്, വേറെ ആളായി. അപ്പൊ ഞാൻ ആലോചിച്ചു, മരിച്ചെന്ന് പറഞ്ഞ ആ സംഗതികൾ അന്നുണ്ടായിരുന്ന അവസ്ഥയൊക്കെ മാറും. കുറെ നാൾ കഴിയുമ്പോൾ എല്ലാം മാറും അല്ലേ? ഇനി പുതിയ പുതിയ ചിന്തകള്, പുതിയ പുതിയ കൂട്ടുകെട്ടുകള്, ഓർക്കാനും ഓർമ്മിക്കാനും വിഷമിക്കാനും പുതിയ പുതിയ സംഭവങ്ങൾ ഇതൊക്കെ വരും. യെസ്, അത് പഠിക്കണ്ട. അങ്ങനെയൊക്കെ ആണെങ്കിലും എനിക്കറിയാം നിങ്ങളുടെ ഓർമ്മകളിൽ എവിടെയെങ്കിലും ഒക്കെ ഞാൻ ഉണ്ടാവും എന്ന് എനിക്കറിയാം. യെസ്, അതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ ഞാൻ ഉണ്ടാവും എന്ന് ഈ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് നമ്മൾ മുന്നോട്ട് പോകും അല്ലേ? ഞാൻ ചോദിക്കാറില്ലേ, നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ടീച്ചർ ആരായിരുന്നു പഠിപ്പിച്ചപ്പോഴും ചോദിക്കാറില്ലേ? അപ്പൊ നിങ്ങൾ സ്കൂളിൽ പഠിപ്പിച്ച ടീച്ചറിന്റെ പേര് പറയാറില്ലേ? എന്ന് പറഞ്ഞ പോലെ എവിടെയെങ്കിലുമൊക്കെ ഞാനുണ്ടാവും. ഓക്കെ, ഓക്കെ ഹൈറുന്നീസ. യെസ്, ഓക്കെ. അപ്പൊ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യൂണിറ്റ് 3-ലെ വെർബ് സിസ്റ്റത്തെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വെർബ് സിസ്റ്റത്തെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു. ഓക്സിലറി വെർബ്, മെയിൻ വെർബ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ അതിന്റെ തന്നെ തുടർച്ചയായിട്ടുള്ള വേറൊരു സംഗതിയെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അവിടെ പ്രേരണ അത് വിട്ടുപോയി. പ്രേരണ ഇല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക. ഞാൻ പറയാ സാർ. യെസ്, ആയിക്കോ. Dear God, thank you for this new day. Please guide my thoughts, words, and actions, and help me spread kindness and love. Give me strength for the challenges ahead, and keep me mindful of your blessings. Thank you. Yes, very good, very good. Lini, thank you for your compliment.
യെസ്. ദെൻ തോട്ട് ഓഫ് ദ ഡേ. സർ രേവതിയാണ്. ഓക്കെ രേവതി കണ്ടിന്യൂ. Learn from yesterday, live for today, hope for tomorrow. Good afternoon, sir. Good afternoon, friends. ഓക്കെ ഹോപ്പ് ഫോർ ടുമോറോ. യെസ്. പ്രതീക്ഷകളാണ് മനുഷ്യൻ ജീവിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. ബി പ്രിപ്പയർഡ് ഓൾവേസ്. എപ്പോഴും എന്ത് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുക, അവസരം വരും. യെസ്. ദെൻ സൈനിങ് ഓൺ. ഇല്ലെങ്കിൽ ആരംഭിക്കാം. ഓക്കെ കണ്ടിന്യൂ. കാലം വഴി തെറ്റി പോയിട്ടങ്ങൊരു നാളം പൂക്കാമ കൊമ്പിൽ പ്രിയമുള്ളൊരാളാരോ വരുവാനുണ്ടെന്നു കുയിലൊന്നു പാടി പറഞ്ഞു. നിനയാത്ത നേരത്തൻ പടിവാതിലിൽ ഒരു പദവിന്യാസം കേട്ട പോലെ വരവായാലൊരു നാളും പിരിയാത്ത മധുമാസം ഒരു മാത്ര കൊണ്ടുവന്നല്ലോ. കൊതിയോടെ ഓടിപ്പോയി പടിവാതിലിൽ ചെന്ന് മിഴി രണ്ടും നീട്ടുന്ന നേരം നിറയെ തളിർക്കുന്നു, പൂക്കുന്നു, കായ്ക്കുന്നു കനവിന്റെ തേന്മാവിൻ കൊമ്പ്. എന്റെ കരളിലെ തേന്മാവിൻ കൊമ്പ്. യെസ് വരജ, വെരി ഗുഡ്. ഓക്കെ, വരജയുടെ സൗണ്ട് നല്ലതാണ്. അപ്പൊ ഞാൻ ഇപ്പോഴേ പറയുന്നത് 2000 നിങ്ങളുടെ കോൺവെക്കേഷൻ സെറമണി 24-ാം തീയതി MT9 കോൺവെക്കേഷൻ. MT9 യെസ്, ശാന്തമായ ഒരു ബാച്ചാണ്. യെസ്. അപ്പോ അന്ന് വരുമ്പോ നല്ലൊരു അടിപൊളി പാട്ട് വരജ റെഡി ആയിട്ട് പോലും. എന്നിട്ട് നമുക്ക് ഈശ്വര പ്രാർത്ഥന വേണമെങ്കിൽ അന്ന് പാടി തന്നെ പറ്റില്ല. നല്ല വരികളായിരുന്നു. യെസ്, നല്ല വരികളായിരുന്നു. യെസ്. അപ്പൊ അത് വേണമെങ്കിൽ നമുക്ക് അന്ന് അവിടെ ധാരാളം മാതാപിതാക്കന്മാരുടെയും ടീച്ചർമാരുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നമുക്ക് അവതരിപ്പിക്കാം. യെസ്, ധൈര്യമായിട്ട് പറയാം. ഇത് ഞങ്ങളുടെ ജോബ് സാറ് രണ്ടാമത് ഒരിക്കൽ കൂടി പാടണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പാടുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ട്. യെസ്. അപ്പൊ അത് നമുക്ക് അവതരിപ്പിക്കാം കേട്ടോ. യെസ്, വെരി ഗുഡ്. എന്തോ ശ്രമിക്കാൻ പറയാ. ഓക്കെ അത് എളിമ, വിനയം അല്ലേ? നമുക്ക് പറ്റുമെന്ന് അറിയാം. അല്ലാണ്ട് നമ്മൾ എന്ത് ചെയ്യും? അഹങ്കാരം ഒന്നും പറയാം, നമുക്ക് എളിമപ്പെടും. ഓക്കെ, വെരി ഗുഡ്. ആര്യ എന്താ പറയാൻ പോയെ? ഇല്ല സാർ, ഒന്നുമില്ല സാർ. വെരി ഗുഡ്. യെസ്. അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം. യെസ്. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് വെർബ് സിസ്റ്റത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് പറഞ്ഞുകൊണ്ടിരുന്ന കൂട്ടത്തില് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേറെ സംഗതിയാണ്. ഞാനിപ്പോ ഒരു വാചകം കൂടെ എഴുതി പറയുകയാണ്. The sentence is, she is working in a bank. Yes, she is working in a bank. Yes. അപ്പോ ഒരു ബാങ്കിലാണ് അവൾ ജോലി ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. ഷീ ഈസ് വർക്കിംഗ് ഇൻ എ ബാങ്ക്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ തന്നിരിക്കുന്ന വാചകത്തില് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ഓക്സിലറി വെർബോ അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വെർബോ അങ്ങനെ എന്തെങ്കിലും സംഗതി ഉണ്ടാകുന്നുണ്ട്, അത് നോക്കാം. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. യെസ്, ഈസ് ഉണ്ട് അല്ലേ? നമ്മൾ അന്ന് പറഞ്ഞു ഓർക്കുന്നില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ? ഈസ്, ആം, ആറ്, വാസ്, വേറ്, ഹാസ്, ഹാവ്, ഹാഡ്, വില്ല്, വുഡ്, ഷാല്, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്. ഇതെല്ലാം ഓക്സിലറി വെർബ് എന്ന് പറഞ്ഞ് നമ്മൾ തിരിച്ച് പറഞ്ഞാണ്. അങ്ങനെയുള്ള ഏതെങ്കിലും ഓക്സിലറി വെർബ് ഉണ്ടോ എന്ന് നോക്കാം. നോക്കിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലായി എന്തെവിടെ ഉണ്ട്. ഈസ് ഉണ്ട്. ഈസ് ഈസ് എൻ ഓക്സിലറി വെർബ്, ഹെൽപ്പിംഗ് വെർബ്. ഓക്കെ,
അപ്പൊ നമുക്കിന്റെ ചോദ്യം വരുന്നത് എന്താ? ഓക്കെ, ജോൺഫി കറക്റ്റ്. ഇതിന്റെ ചോദ്യം വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചേഞ്ച് ദ ഫോളോയിങ് സെന്റൻസ് ഇൻ ടു നെഗറ്റീവ്. ഇതായിരിക്കും എന്റെ ചോദ്യം വരാം. താഴെ കൊടുത്തിരിക്കുന്ന വാചകം നെഗറ്റീവ് ആക്കുക. പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ, ഇല്ല ഇതിനർത്ഥം വരുമ്പോൾ നെഗറ്റീവ്. വന്നിട്ടില്ല, പോയിട്ടില്ല, എടുത്തിട്ടില്ല, ശരിയിട്ടില്ല എന്ന് പറയുമ്പോൾ നെഗറ്റീവായി. വരാറുണ്ട്, പോകാറുണ്ട്, എടുക്കാറുണ്ട്, തിന്നാറുണ്ട്, കുടിക്കാറുണ്ട്, കുളിക്കാറുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് പോസിറ്റീവ് നമുക്കറിയാം. അപ്പോ നമുക്ക് വേണ്ടത് ഷീ ഈസ് വർക്കിംഗ് ഇൻ എ ബാങ്ക് എന്നുള്ളതിന്റെ നെഗറ്റീവ് വാചകം. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? നെഗറ്റീവ് ആക്കണം. അങ്ങനെ ഒരു വാചകത്തെ നമ്മൾ നെഗറ്റീവ് ആക്കുന്നതിന് മുമ്പ് നമ്മൾ നോക്കേണ്ടത് അതിൻ്റെ അകത്ത് ഓക്സിലറി വെർബ്, ഹെൽപ്പിംഗ് വെർബ്, ഇത് നേരത്തെ ഞാൻ പറഞ്ഞ ഈസ്, ആമ്, ആറ് അങ്ങനെയൊക്കെയുള്ള വെർബുകളില്ലേ, അതുണ്ടോ എന്ന് ആദ്യം നോക്കാം. അത് ഉണ്ട് എങ്കിൽ പരിപാടി ഭയങ്കര എളുപ്പമാണ്. എന്താണ്? അത് കഴിഞ്ഞതിന് ശേഷം ഒരു നോട്ട് എന്നുകൂടി ചേർത്താൽ സംഗതി കറക്റ്റ്. അപ്പൊ എന്താ? ഷീ ഈസ് നോട്ട്. ഓക്കെ, ഷീ ഈസ് വർക്കിംഗ് ഇൻ എ ബാങ്ക്. കറക്റ്റ് ആണ്. അപ്പൊ തന്നിരിക്കുന്ന ഒരു വാചകം ചേഞ്ച് ഇൻ ടു നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? തന്നിരിക്കുന്ന വാചകത്തിൽ ഓക്സിലറി വെർബോ ഹെൽപ്പിംഗ് വെർബോ ഉണ്ടോന്ന് നോക്കുക. ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക? ഒരു നോട്ട് ചേർക്കുക. നോട്ട്. അപ്പൊ ഇവിടെ നോക്കി, ഷീ ഈസ് വർക്കിംഗ് ഇൻ എ ബാങ്ക് എന്നുള്ളതിന്റെ നെഗറ്റീവ് വാചകം ആര്യ വരൂ? എങ്ങനെ വരും? ഷീ ഈസ് നോട്ട് വർക്കിംഗ് വരും. വർക്കിംഗ് കഴിഞ്ഞിട്ട് അല്ല, ഈസ് കഴിഞ്ഞിട്ട് കൂടി ചേർത്താൽ മതി, ഒരു നോട്ട് കൂടി ചേർത്താൽ മതി. അടുത്ത ഒരു വാചകം ഞാൻ പറയുന്നത് ജോൺ പി സെന്റൻസ് ഇതാണ്. ആ ഓക്കെ, ആര്യ ഞാൻ വന്നോളാം, വിളിച്ചോളാം. ഓക്കെ, ഷീ വിൽ study English. John Phil, she will study English. അതിന്റെ നെഗറ്റീവ് ആക്കുമ്പോ എങ്ങനെ വരും? നെഗറ്റീവ് ആക്കുമ്പം എന്താ? വില്ല് കഴിഞ്ഞ് നോട്ട്. ആ, അപ്പൊ എന്തൊന്ന് വായിച്ചേ? She will not study English. വെരി ഗുഡ്. She will not study English. She will not study English. ആര്യ, ഞാൻ പറഞ്ഞത് ഷീ ഈസ് വർക്കിംഗ് ഇൻ എ ബാങ്ക് എന്ന് പറയുന്ന വാചകം നെഗറ്റീവ് ആക്കുമ്പോ എങ്ങനെ വരും എന്നാണ് ചോദിച്ചത്. ഹലോ സർ. ഷീ ഈസ് വർക്കിംഗ് ഇൻ എ ബാങ്ക് എന്നുള്ളത് നെഗറ്റീവ് ആക്കുമ്പോ എങ്ങനെ വരും എന്നാണ് ആര്യോട് ചോദിച്ചത്. ഹി വിൽ നോട്ട് സർ. അല്ല, ആദ്യത്തെ വാചകം ഷീ ഈസ് വർക്കിംഗ്. ഒരു മിനിറ്റ് സർ. ഹി ഈസ് വർക്കിംഗ്. ഷീ ഈസ് വർക്കിംഗ് എന്നാണ് വാചകം. അതിന്റെ നെഗറ്റീവ് എഴുതുമ്പോൾ എന്ത് വരും? ആ സെന്റൻസ് നെഗറ്റീവ്. ഓക്കെ, ഒരു നോട്ട് ചേർത്താൽ മതി. ആര്യ, എവിടെ ചേർക്കണമെന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. നോട്ട് വർക്കിംഗ് ആണ് സർ. വെരി ഗുഡ് കറക്റ്റ്. ഞാനാണെങ്കിലേ ബുക്കും പെൻസിലും പേനായി ഒന്നും എടുക്കാൻ പറ്റാത്തതാണ്. ഒരു സർജറി കഴിഞ്ഞിട്ട് കിടക്കുവാണ്. അപ്പൊ എനിക്ക് എഴുതാൻ പറ്റത്തില്ല. അപ്പൊ അതാണ് ഒരു വേഗം പ്രാപിക്കട്ടെ. ഓക്കെ ആര്യ, നോ പ്രോബ്ലം. യെസ്. അപ്പൊ അങ്ങനെ എടുക്കുമ്പോഴും ക്ലാസ് കേൾക്കാനായിട്ടുള്ള മനസ്സ് കാണിച്ചില്ലേ? യെസ്, വെരി ഗുഡ്. യെസ്, ഓക്കെ. അപ്പൊ വിഷയത്തോട്ട് വരാം. യെസ്, ഓക്കെ. അതായിരിക്കും ആര്യ ആദ്യം പറയാൻ പോയേ. അതെ സാർ, എനിക്ക് എനിക്ക് നടക്കാൻ പറ്റത്തില്ലേ. ഇന്നലെ ഡിസ്ചാർജ് ചെയ്ത, അപ്പൊ ബുദ്ധിമുട്ട്. ഞാൻ ചുമ്മാ ഇരിക്കാം. അപ്പൊ ക്ലാസ് ഓർത്ത്. ഓക്കെ, അത് ചിലപ്പോ ചില കുട്ടികൾ അവരോട് പറയാറുണ്ട്, സാറേ ഞാൻ ഹോസ്പിറ്റലാണ്, എന്ത് പറ്റി? അമ്മയ്ക്ക് സുഖമില്ല, അമ്മയ്ക്ക് കൂട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതുപോലുള്ള ചോദ്യം മാത്രം എന്നോട് ചോദിച്ചാൽ മതിട്ടാന്ന് പറയും. കാരണം പുസ്തകവും പേനെടുക്കണമെന്നൊന്നും ചോദിക്കണ്ട, അല്ലാതെ ചോദിച്ചാൽ മതി. ഓക്കെ ആര്യ, അതൊക്കെ എനിക്ക് മനസ്സിലാവില്ലേ? യെസ്. ഇതേപോലെയുള്ള പല പല അവസ്ഥകളിലൂടെ കടന്നു വന്നിട്ടുള്ളവരല്ലേ എല്ലാവരും? യെസ്.
അപ്പൊ അതുകൊണ്ട് അതൊക്കെ നമുക്ക് മനസ്സിലാവും. ഡോണ്ട് വറി. യെസ്, എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ഓക്കെ ഓക്കെ, ഹാർമിസ കറക്റ്റ്. ഷീ വോണ്ട് സ്റ്റഡി ഇംഗ്ലീഷ്. വിൽ നോട്ട് എന്നുള്ളത് വോണ്ട് എന്ന് പറയാം. കറക്റ്റ് ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്. യെസ് യെസ്. അപ്പൊ ജീവിതത്തില് ഓരോ പ്രതിസന്ധികളെയും നമ്മൾ കാണുമ്പോൾ അതേപോലെ അനുഭവിക്കുന്നവരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? ചേർക്കുന്നു. ഓക്കെ ഓക്കെ. അടുത്ത വാചകം ഞാൻ പറയുന്നു. സംഗീതോടാണ്. ഐ ക്യാൻ പ്ലേ പിയാനോ. സെന്റൻസ് ഇതാണ്. ഐ ക്യാൻ പ്ലേ പിയാനോ. എനിക്ക് പിയാനോ വായിക്കാൻ കഴിയും. അതിന്റെ നെഗറ്റീവ് വാചകം എന്ന് പറയും. പറയാം. ഒരു മിനിറ്റ് സർ. ഓക്കെ ഓക്കെ, ഒന്നോ ഒന്നരയോ രണ്ടോ എടുത്തോളൂ. നോ പ്രോബ്ലം. I cannot play piano. വെരി ഗുഡ്, കറക്റ്റ്. ഐ കാനോട്ട് പ്ലേ പിയാനോ. അപ്പൊ സംഗീതം നോക്കിക്കഴിഞ്ഞപ്പോ അതിനകത്ത് ഒരു ഓക്സിലറി വെർബ് കിടപ്പുണ്ട്, ഹെൽപ്പിംഗ് വെർബ് കിടപ്പുണ്ട്, ക്യാൻ. അതിന് തൊട്ടപ്പുറത്ത് എന്ത് ചെയ്തു? ഒരു നോട്ട് കൂടി ചേർത്തു. അപ്പോ ഐ കാനോട്ട് ആയി. അത് നമുക്ക് പറയാം. സൂര്യ ദേ വുഡ് കം. സൂര്യരാജു. യെസ്, സൂര്യ വരുമെന്ന് നമുക്ക് വിചാരിക്കാം. ഷമീമ. സർ, ഓക്കെ, സൂര്യ വന്നു. യെസ്, വരുമെന്ന് വിചാരിച്ചാൽ ഞാൻ കാരണം സത്യം പറഞ്ഞാൽ സാറിന്റെ ക്ലാസ്സിന് കയറിയിട്ട് 1 മാസമായി. സത്യമാണ്, ഞാൻ അപ്പോൾ ക്ലാസ് കേട്ട് വരുന്നേ ഉള്ളൂ. കുറച്ച് ന്യൂ ഇയറിന്റെ ചർച്ചിന്റെ തിരക്കൊക്കെ ആയിരുന്നു. എനിക്ക് ട്രൈ ചെയ്യാന്ന് മാത്രമേ അറിയത്തില്ല. ഓക്കെ, നോ പ്രോബ്ലം സൂര്യ, നോ പ്രോബ്ലം. യെസ്, ഓക്കെ. നിങ്ങൾ ഇംഗ്ലീഷ് പരീക്ഷയെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾ എല്ലാവരും പാസ്സാവും, അല്ലേ? ഇപ്പോ 10ന്റെ പരീക്ഷ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ കുറച്ച് കുട്ടികൾ എന്നെ വിളിച്ചിരുന്നു. എന്ത് വിളിച്ചതോ? സാറേ ഫുൾ മാർക്കാണ് കേട്ടോ എന്ന് പറയാൻ. യെസ്, അതിനാണ് അവർ വിളിച്ചത്, അല്ലാതെ ജയിച്ചെന്ന് പറയാനല്ല. ഫുൾ അടിച്ചു എന്ന് പറയാൻ വേണ്ടിയാണ് വിളിച്ചത്. യെസ്, അപ്പൊ അതുകൊണ്ട് ഡോണ്ട് വറി. യെസ്, ഞാൻ ഓക്കെ. നാസ്മിന, ജോർജി, ഞാൻ വന്നപ്പോ തന്നൊരു വാക്കാണ്. നിങ്ങളൊരു 25% എന്റെ കൂടെ നിന്നാൽ മതി, നിങ്ങൾക്ക് ഇംഗ്ലീഷ് പരീക്ഷയിൽ പാസ്സായിട്ട്. യെസ്, ഓക്കെ. അത് നമുക്ക് അവസാനത്തെ ഒരു മാസമാകുമ്പോൾ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഓക്കെ. അപ്പൊ സൂര്യ, ഞങ്ങൾക്കിവിടെ പറഞ്ഞൊരു വാചകം ദേ വുഡ് കം, അതിന്റെ നെഗറ്റീവ് ആക്കാമോ എന്നാണ് ചോദിച്ചത്. സർ, they would not come എന്നാണോ? Correct. Very good. Correct. Yes, they would not come. Correct. Yes. അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തന്നിരിക്കുന്ന വാചകം ഗിവൺ സെന്റൻസിന്റെ നെഗറ്റീവ് ആക്കുമ്പോൾ ഇതേപോലുള്ള ഓക്സിലറി വെർബ് നോക്കുക. ഓക്സിലറി വെർബ് നോക്കിയിട്ട് ആ ഓക്സിലറി വെർബിനെ കഴിഞ്ഞതിന് ശേഷം ഒരു നോട്ട് കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ എന്താക്കാം? നെഗറ്റീവ് വാചകമാക്കി മാറ്റാം. ഞാൻ പറയേണ്ട കാര്യമില്ല, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി. യെസ്, ഷമീമ. യെസ് സർ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണ് സർ. യെസ്, സുഖമാണ് അല്ലെ? വെരി ഗുഡ്. 2026 എങ്ങനെയുണ്ട്? തുടക്കമൊക്കെ നോക്കിയിട്ട് ഇപ്പൊ ഒരു 7 ദിവസമായില്ലേ? സ്റ്റാർട്ടിങ് എങ്ങനെയുണ്ട് എന്ന് തോന്നുന്നു? 2026 മെച്ചമാണോ? ഷമീമ മ്യൂട്ടായി പോയി തോന്നുന്നു. യെസ്, ഓക്കെ. ഷമീമ വരും. അപ്പൊ നമുക്ക് വനജനോട് ചോദിക്കാം. വനജ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം സാർ, സുഖം, കുഴപ്പമില്ല, അങ്ങനെ പോകുന്നു. അങ്ങനെയൊക്കെ അങ്ങോട്ട് പോകുന്നു അല്ലെ? ഭർത്താവ് പുതിയ കവിത ഒക്കെ എഴുതാറുണ്ടോ? കവിത അല്ല, ആൾക്കൊരു ചെറിയൊരു ട്രാജഡി ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടൊരു നോവൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ, കുറച്ചൊരു പ്രശ്നങ്ങളൊക്കെ ആൾക്ക് ഉണ്ടായിട്ടുണ്ട്, നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അതൊരു കനലോർമ്മ എന്ന് പറയുന്ന ഒരു നോവൽ ആളുടെ തന്നെ ജീവചരിത്രം പോലെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ ആയിക്കൊണ്ടിരിക്കണോ? വെരി ഗുഡ്. നിങ്ങളെല്ലാം
മക്കളെ വിചാരിക്കണ്ട നിങ്ങളുടെ കൂടെ പഠിക്കുന്ന കുട്ടിയുടെ ഹസ്ബൻഡിന്റെ ലെവൽ നിങ്ങൾ അറിയില്ലേ? യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. യെസ്, എഴുതാൻ ഓക്കെ രാസ്മിന, അത് വളരെ ഒരു ഭാഗ്യമുള്ള ഒരു സംഗതിയാണ്. എഴുതാനൊരു നമുക്കൊരു എസ്തെറ്റിക് സെൻസ് ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലൊരു കാര്യമാണ്. അപ്പൊ നിങ്ങളും എന്ത് ചെയ്യണം? എഴുതണം. അത് ഞാൻ പ്രത്യേകിച്ച് ടീച്ചർ, നിങ്ങൾ അക്ഷരങ്ങൾ സ്നേഹിക്കണം. എഴുതുക എന്ന് പറഞ്ഞാൽ എഴുതണം. നിങ്ങൾ വിചാരിക്കും അത് പിന്നീട് അതല്ല അത്. ഓക്കെ ഷമീമ, ഞാൻ വിളിച്ചോളാം. ഓക്കെ ഓക്കെ ഓക്കെ. യെസ്, അത് എഴുതണം. എഴുതി കഴിഞ്ഞെങ്കിലും മാത്രമേ നമുക്ക് അതിനോടൊരു ഇഷ്ടം തോന്നുള്ളൂ. അപ്പൊ വെറുതെ ഇരിക്കുമ്പോഴെങ്കിലും നിങ്ങളുടെ പേരെയും പേഴ്സുകൾ എടുത്തിട്ട് വെറുതെ എന്തെങ്കിലും തോന്നിയത് എഴുതിയാൽ മതി. അതൊക്കെ നിങ്ങളുടെ ടീച്ചർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അത് ഒരുപാട് ഗുണിച്ചു. ഒരുപാട് നമുക്കൊരു റെക്കോർഡ് ഉണ്ട്, ചെറിയൊരു റൈംസ് എഴുതുക എന്നുള്ള ഒരു റെക്കോർഡ് സ്വന്തമായിട്ട്. യെസ്, ഓക്കെ 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 ഓക്കെ. ഈ റൈംസ് എഴുതിയേക്കുന്ന ആളോട് പിന്നെ വന്നിട്ട് പറയുന്നത് എന്തായിരിക്കും? എക്സ്പെർട്ട് ആയി കഴിയുമ്പോൾ ചിലപ്പോ സിനിമ ഡയറക്ടർ വന്നിട്ട് പറയുന്നത്, അല്ലെങ്കിൽ തിരക്കഥാകൃത്ത് വന്നിട്ട് പറയുന്നത് സിനിമയുടെ കഥയും. അപ്പൊ അങ്ങനെ വിഷമിച്ച് തന്റെ കാമുകിയുടെ കല്യാണം കഴിയുന്നത് മറഞ്ഞു നിന്ന് നോക്കുമ്പോൾ അയാളുടെ മനസ്സിലൂടെ പോകുന്ന വിചാരങ്ങളായിരിക്കണം ഈ വരികളിൽ ഉണ്ടാവേണ്ടത്. യെസ്, എന്ന് പറഞ്ഞു കഴിയുമ്പോ കണ്ണീർ പൂവിന്റെ കവിളിലോടി എന്ന് പറഞ്ഞ പോലെ ക്ലാസ്മേറ്റ് എന്ത് ചെയ്യാം? അടുത്ത വരി എഴുതുക. യെസ്, കഴിഞ്ഞ ദിവസം പറ്റില്ലെങ്കിൽ ഈ റൈംസ് എങ്ങനെ എഴുതാൻ പറ്റൂ തോന്നുന്നത് ഇപ്പോഴാണ്. റൈംസ് എങ്കിലും എഴുതാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. കഴിഞ്ഞ ദിവസം നമ്മള് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ക്ലാസ് എടുത്തപ്പോൾ കൃഷ്ണൻ എന്നൊരു കുട്ടി, ആ കുട്ടി അറിയാണ്ട് എന്തോ പറഞ്ഞപ്പോ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ലാസ്റ്റ് വീണ്ടും വന്നിട്ട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോ പറഞ്ഞു, ആ കുട്ടി പറഞ്ഞു, സാറേ ഞാനൊരു അയ്യപ്പ ഭക്തിഗാനം എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അതിന് ഞാനൊരു 5 മിനിറ്റ് സമയം കൊടുത്തു. ആ കടലാസൊക്കെ തപ്പിട്ടുണ്ട് വാ, അപ്പോഴേക്കും ഞാൻ വേറെ ആളോടൊക്കെ ചോദിച്ചിട്ട് വരാറുണ്ട്, ഇത് നമുക്കത് ഇവിടെ അവതരിപ്പിക്കാന്ന് പറഞ്ഞു. അപ്പൊ അത് പറഞ്ഞു 4-5 വരി ഉള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേൾക്കാനായിട്ട്. സൂപ്പറായിരുന്നു. എവിടേക്കോ അത് തന്നെ ട്യൂൺ ചെയ്ത് ആ കുട്ടി എഴുതിയാണ്. യെസ്, അത് കഴിഞ്ഞതിന് ശേഷം അത് വിഷമത്തോടു കൂടി കണ്ണുനീരോടുകൂടി ഒരു കാര്യം പറഞ്ഞു, സാറേ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എനിക്കൊരു അപ്രീസിയേഷൻ കിട്ടുന്നത്. ബാക്കിയുള്ളവരൊക്കെ ഒരു പക്ഷേ എന്നെ കളിയാക്കിയിരിക്കും. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എനിക്ക് ഒരു അപ്രീസിയേഷൻ കിട്ടുന്നത്. ഒരുപക്ഷെ ആ കുട്ടി പിന്നീട് പ്രശസ്തിയാകുമ്പോൾ അത് ഓർക്കും. യെസ്, ഒരു ഇംഗ്ലീഷ് ക്ലാസ്സിന് അവരാണ് എനിക്ക് ആദ്യത്തെ ഓസ്കാർ അവാർഡ് തന്നത്. യെസ്, നിങ്ങൾ എഴുതിക്കോട്ടെ, എഴുതി കഴിഞ്ഞാൽ റെഡിയോ. അതിൻ്റെ അത് മുടക്കം വിചാരിക്കണ്ട, അത് അങ്ങനെ 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 അങ്ങോട്ട് പോവാം. യെസ്, തീർച്ചയായിട്ടും. പിന്നെ നിങ്ങൾ ഓരോ സിറ്റുവേഷൻ മനസ്സിൽ വിചാരിക്കുക, ഇങ്ങനൊരു സിറ്റുവേഷനിൽ എന്ത് ചെയ്യണം, അപ്പൊ നിങ്ങൾ അതനുസരിച്ച് അങ്ങനെ എഴുതുക. അപ്പൊ ആ സിറ്റുവേഷൻ മനസ്സിൽ കണ്ട് എഴുതുക. യെസ്, അപ്പോ ഇപ്പോ ഇമാജിനേഷൻ വേണം. അതാണ് ഏറ്റവും വലിയ സംഗതി. ഞാനൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുന്നു. ഒരു പുഴ, കായലല്ല, ഇപ്പൊ ചെറിയ ചെറിയ ഓളങ്ങളുണ്ട്. ആ ചെറിയ ചെറിയ ഓളങ്ങൾ, ചെറുതായിട്ടുള്ള ഓളങ്ങളുണ്ട്. ആ പുഴയോട് ചേർന്ന് ഒരു മരം നിൽക്കുന്നുണ്ട്. ആ മരം ആ പുഴയിലേക്ക് ചാഞ്ഞു നിൽക്കുകയാണ്. വെള്ളത്തിൽ മുട്ടിയിട്ടില്ല, വെള്ളത്തിൽ മുട്ടാതെ കുറച്ചങ്ങോട്ട് പൊങ്ങി നിൽക്കുകയാണ്. ആ ചാഞ്ഞു നിൽക്കുന്ന മരത്തിന്റെ ഒരു ചില്ല മാത്രം താഴേക്ക് വെള്ളത്തിലേക്ക് മുട്ടിക്കിടക്കുകയാണ്. അപ്പൊ വെള്ളം ഇങ്ങനെ ഒഴുകുമ്പോൾ ഈ ചില്ല മാത്രം വെള്ളത്തിൽ മുട്ടിക്കിടക്കുന്നത് കൊണ്ട് പയ്യെ പയ്യെ ഒന്ന് അനങ്ങുന്നുണ്ട്. യെസ്, ഇത് നമ്മൾ കാണുമ്പോൾ നമുക്കൊന്നും തോന്നൂല. കവിക്ക് പറയും, ആ ഒഴുകുന്ന പുഴ എന്ന് പറഞ്ഞാൽ അതൊരു വികൃതിയായ കുട്ടിയാണ്. ആ ചെറിയ ചെറിയ ഓളങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൊച്ചുകുട്ടി കാണിക്കുന്ന വികൃതിത്തരങ്ങളാണ്. അരികത്ത് നിൽക്കുന്ന മരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ അമ്മയാണ്. ആ ചാഞ്ഞു കിടക്കുന്ന ഒരു കൊമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ അമ്മയുടെ ഒരു കൈയാണ്. വികൃതിത്തരം കാണിക്കുന്ന കൊച്ചുകുട്ടിയെ പയ്യെ തലോടി ശാസിക്കുന്ന അമ്മയെയാണ് ഞാൻ ഇവിടെ നിന്ന് കാണുന്നത് എന്ന് അവർക്ക് ആദ്യം തോന്നി. നമുക്കിത് ആദ്യം തോന്നില്ല. ഇതാണ് ഒരു കവിയും നമ്മളും തമ്മിലുള്ള വ്യത്യാസം. യെസ്, അവരത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമ്മളത് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും. യെസ്, ഓക്കെ, ഹൈറുണ്ടീസ. യെസ്, അപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ കൊള്ളാല്ല, അങ്ങനെ നമുക്ക് ചിന്തിക്കാല്ല.
എന്തുകൊണ്ട് നമുക്കത് ആദ്യം തോന്നിയില്ല? ഇതാണ് അവരെ നമ്മളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്, അല്ലെ? നമുക്ക് ഈ തോന്നും ഗിരീഷ് സാർ പുത്തഞ്ചേരി ആ കമ്പിലൂടെ പോയി കഴിഞ്ഞാല് ഊരി നമ്മള് വെള്ളത്തിലൂടെ കളിക്കാന്നെല്ലാം തോന്നും, അല്ലാണ്ട് അങ്ങനെയൊന്നും തോന്നൂല. വെള്ളത്തിന്റെ നടുക്കൊക്കെ മുമ്പല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ, നമ്മൾ മാറ്റി പിടിച്ചോ. യെസ്, ഇനി ഒന്ന് മാറ്റി പിടിച്ചോ. ഈ നമ്മുടെ കഴിഞ്ഞ ദിവസം എം ജി ശ്രീകുമാറിന്റെ ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു വാചകം ഞാൻ കേട്ടു. സംഗതി ഇതാണ്, എം ജി ശ്രീകുമാറിന്റെ സഹോദരൻ ജ്യേഷ്ഠന്റെ പേര് എം ജി രാധാകൃഷ്ണനാണ്. അദ്ദേഹം നല്ല പ്രഗത്ഭനായ ഒരു മ്യൂസിക് കമ്പോസറാണ്, മ്യൂസീഷ്യനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പാട്ട് എഴുതാൻ വേണ്ടിയിട്ട്, ആദ്യമായിട്ട് പാട്ട് എഴുതാൻ വേണ്ടിയിട്ട് ഒരു പയ്യൻ വന്നിരിക്കുക. അപ്പോ നമുക്കറിയാം, ചിലപ്പോഴൊക്കെ പാട്ടിന്റെ വരി എഴുതും, അത് കഴിഞ്ഞതിന് ശേഷം ട്യൂൺ ചെയ്യും. ചിലപ്പോൾ ആദ്യം ട്യൂൺ ഇട്ട് കൊടുക്കും, ആ ട്യൂണിൽ ഒപ്പിച്ച് വരി എഴുതും. അപ്പൊ വന്ന ആള് പറഞ്ഞു, വന്ന പയ്യൻ പറഞ്ഞു, എം ജി രാധാകൃഷ്ണനോട് പറഞ്ഞു, ഒരു ട്യൂൺ ഇട്, ഞാൻ വരി എഴുതാം എന്ന് പറഞ്ഞു. അപ്പൊ എം ജി രാധാകൃഷ്ണൻ, നിങ്ങൾ 4 വരി എഴുതാദ്യം, അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ട്യൂൺ ഇടാൻ. അപ്പൊ ട്യൂണിട് വരി എഴുത് ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് വന്നു കഴിഞ്ഞപ്പോ എം ജി രാധാകൃഷ്ണൻ ഒരു ട്യൂൺ ഇട്ടു, എന്നൊക്കെ പറഞ്ഞിട്ട് ട്യൂൺ ആണ് വായിച്ചു. അപ്പൊ പുള്ളി ആദ്യത്തെ വരി എഴുതി. ആ ട്യൂൺ കഴിഞ്ഞപ്പോഴേക്കും സൂര്യകിരീടം വീണുടഞ്ഞു ഫസ്റ്റ് വരിയപ്പോ വന്നു. അന്ന് വന്ന പയ്യനാണ് ഗിരീഷ് പുത്തഞ്ചേരി. പിന്നെ ആ മനുഷ്യനെ നമ്മൾ എവിടെയാണ് കണ്ടത്? യെസ്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾക്കും അത് സാധിക്കും. നിങ്ങളും പ്രഗത്ഭരായി കഴിഞ്ഞാൽ, ഞാനേ ഏറ്റവും വലിയൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സാഹിത്യക്ക് മാസം 25,000 രൂപ ലാഭം കിട്ടുന്ന ഒരു ബിസിനസ് ആരംഭിക്കണമെങ്കിൽ ചുരുങ്ങിയത് ഒരു 10 ലക്ഷം രൂപയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണം. ഓട്ടെ, 5 ലക്ഷം രൂപയെങ്കിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം അതിന് വേണ്ടിയിട്ട്, മെഷീനായിട്ടും ടൂൾസ് ആയിട്ട്. അപ്പോഴാണ് സാഹിത്യക്ക് മാസം 25,000 രൂപ ലാഭം കൊടുക്കാൻ പറ്റും. ഇനി സാഹിത്യയുടെ മനസ്സ്, അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് 5 lakh rupees ആണ്. സാഹിത്യയുടെ മനസ്സാണ് കലാരംഗത്ത് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ സാഹിത്യ ഇൻവെസ്റ്റ്മെന്റ്. നിങ്ങൾ ആ ഒരു മനസ്സിന്റെ ഉടമയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് ഏതാനും ഷീറ്റ് പേപ്പറും ഒരു പേനയുമാണ്. നിങ്ങൾ എഴുതി കഴിയുന്ന സൃഷ്ടിക്ക് നിങ്ങൾ പറയുന്നതാണ് റേറ്റ്. യെസ്, നോക്കിയേ. അപ്പോ ഇതിന് ഒരുപാട് മോണിറ്ററി വശം കൂടിയുണ്ട്. അതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഇതിൻ്റെ അത് ഞാൻ എന്താ പറയുക, എന്തായാലും തുറന്നു പറയണില്ലെന്നേ ഉള്ളൂ. യെസ്, ഇത് ഒരുപാട് മോണിറ്ററി വശം കൂടിയുണ്ട്. യെസ്, കലാസൃഷ്ടിയാണ്, ഇതൊക്കെയാണ്, സമ്മതിച്ചു. യെസ്, നിങ്ങളൊരു കാര്യം ചെയ്യും. നിങ്ങളൊരു കൊച്ചു കുട്ടികൾക്ക്, നിങ്ങളിപ്പോ നേഴ്സറി സ്കൂൾ കുട്ടികളെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ കൊച്ചു കുട്ടികൾക്ക് വേണ്ടുന്ന ഒരു കഥ എഴുതിയിട്ട് ഈ ബാലരമയ്ക്കോ കുട്ടികളുടെ മാഗസിന് അയച്ചു കൊടുക്കും. അവർക്കത് ഇഷ്ടപ്പെട്ടാൽ അവരത് പ്രസിദ്ധീകരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കൊരു ചെക്കും വരും. മനസ്സിലായ? യെസ്, ഇതിൻ്റെ അകത്ത് ഒരു മോണിറ്ററി ബെനിഫിറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത്. പിന്നെ അവര് ഒരു വാർഷിക പതിപ്പൊക്കെ പ്രസിദ്ധീകരിക്കുമ്പോൾ നിങ്ങൾ വിളിക്കുവരെ, അതെ വാർഷിക പതിപ്പാണ്, അതിനകത്തേക്ക് 2 കഥ വേണോട്ടോ, ഒരു കഥ വേണോട്ടോ. യെസ്, അപ്പൊ നോക്കി നിങ്ങളുടെ ലെവൽ ഏത് ലെവലാണ് പോലെ. അപ്പൊ ഇതിൻ്റെ അകത്തൊരു മോണിറ്ററി ബെനിഫിറ്റ്. ഇത് നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്ന ആളായിക്കോട്ടെ, അതിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ വർക്കൗട്ടാവും. ഇതിന് പ്രത്യേകിച്ച് ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് നല്ലൊരു മനസ്സുണ്ടായാൽ മതി. സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു മനസ്സും ഒരു കുറച്ച് ഏകാഗ്രത ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാം പറ്റും. നിങ്ങൾ വിചാരിക്കുന്നത് ചിലപ്പോൾ ആദ്യമൊക്കെ ഒരു എന്തെങ്കിലും നമ്മൾ അങ്ങനെ എഴുതി പിന്നെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ആദ്യം തോന്നുന്നത് ചമ്മളിയാണ്, ചമ്മലൊക്കെ തോന്നും. ഇതൊക്കെ എല്ലാവർക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നതാണ്. യെസ്, അപ്പോൾ ഈ പ്രശസ്തരായ എല്ലാ ആളുകളും ഇങ്ങനെ തന്നെ കയറി വന്നേക്കുന്ന ആളുകളാണ്. എന്നിട്ട് ഒരു ദിവസം കൊണ്ട് ഒരു സുപ്രഭാതത്തില് മെച്ചപ്പെട്ടു വന്നേക്കുന്നതല്ല, അല്ലേ? നമ്മൾ പറയാറില്ലേ, മമ്മൂട്ടിയുടെ മകന്റെ പേരെന്താണ്? ദുൽഖർ സൽമാൻ. ദുൽഖർ സൽമാൻ പ്രശസ്തനാവാൻ കാരണം മമ്മൂട്ടി ഉള്ളത് കൊണ്ടാണെന്ന് പറയും, അല്ലെങ്കിൽ സിനിമയിലേക്ക് വരാൻ കാരണം. പക്ഷെ മമ്മൂട്ടിക്ക് ഒരു ഗോഡ് ഫാദർ ഉണ്ടായില്ലേ? യെസ്, അല്ലെ? അച്ഛന്റെ തമിഴിൽ വരാം, പക്ഷെ അച്ഛന്റെ തമിഴിൽ വരുമ്പോഴും ഈ വരുന്ന മകനൊരു കഴിവുണ്ടാവും. യെസ്, ഒരു കഴിവുമില്ലായെങ്കിൽ ആദ്യത്തെ കഴിയുമ്പോൾ തന്നെ ഔട്ടായി പോകും. യെസ്, നമ്മൾ പറഞ്ഞു വരുന്നത് നിങ്ങൾക്കും പറ്റും.
സാധിക്കും. നിങ്ങൾ അതിന് മോണിറ്ററി ബെനിഫിറ്റ് വിളിച്ചില്ലേ, ചെറിയൊരു ചെക്കൊക്കെ നിങ്ങൾക്ക് കിട്ടി, ചെറിയൊരു വരുമാനം അഡീഷണൽ കിട്ടിക്കഴിഞ്ഞാൽ അത് നല്ല കാര്യമല്ലേ റാസ്മിന? നല്ല കാര്യം സാർ, സ്വപ്നം കാണുന്നുണ്ട് ഇപ്പൊ നന്നായിട്ട് പറ്റൂന്നുള്ളൊരു നിങ്ങൾ എഴുതിട്ട് ഈ കുട്ടികളുടെ മാഗസിനില് നിങ്ങൾ അയച്ചു കൊടുക്കും. ഒരു കവറിൽ എത്ര രൂപ വരും, 10 രൂപ, അങ്ങനെ പോട്ടെ, അതിന്റെ ഒരു കോപ്പി എടുത്ത് കയ്യിൽ വെച്ചിട്ട് അയച്ചു കൊടുക്കുക. യെസ്, അവരിഷ്ടമുള്ളത് പ്രസിദ്ധീകരിക്കില്ല, തിരിച്ചൊരു കവറും കൂടി വെച്ചാൽ അവര് മടക്കി അയച്ചു തരും, ആയിക്കോട്ടെ, ഓക്കെ. യെസ്, ഇങ്ങനെ വന്നു കഴിയുമ്പോൾ പിന്നെ നിങ്ങൾ വിളിക്കും. യെസ്, അപ്പൊ അതാണ് പണ്ട് കുഞ്ഞുണ്ണി മാഷിനൊക്കെ അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം ബാലപംക്തി മാധവൻ അയച്ചുകൊടുക്കണം കൈകാര്യം ചെയ്തിരിക്കുന്ന സമയത്ത് നമ്മൾ അയച്ചു കൊടുക്കുമ്പോൾ പുള്ളി അത് അവിടെ നിന്ന് കറക്റ്റ് ചെയ്ത് തിരിച്ചയച്ചു കൊടുക്കും. അത് ഇന്ന കറക്ഷനൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞ് തിരിച്ചയച്ചു കൊടുക്കും. യെസ്, അപ്പൊ അതൊക്കെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നുണ്ട്. നിങ്ങൾ സ്വപ്നം കാണുക, അപ്പൊ അത് അഡീഷണൽ വരുമാനം കൂടി നിങ്ങൾക്ക് ആവാൻ. യെസ്, കലാപരം ഇതിനകത്ത് വേറെ ഇൻവെസ്റ്റ്മെന്റ് വേണ്ട. നിങ്ങൾക്ക് ഒരു കഷ്ണം പേപ്പറും ഒരു പേനയും ഒരു മനസ്സുണ്ടായാൽ മതി. നല്ലൊരു മനസ്സ്, ആരോടും നമുക്ക് ദേഷ്യമില്ലാത്ത, ആരെയും വേദനിപ്പിക്കണമെന്ന് ആഗ്രഹമില്ലാത്ത, അഥവാ നമ്മളെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ അവനെ കാണുമ്പോൾ ഒന്ന് ചിരിക്കാൻ പറ്റുന്ന ഒരു മനസ്സും കൂടി നമുക്കുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഈ എഴുത്തൊക്കെ വരും. ഭയങ്കരമായിട്ട് സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് ഒന്നും എഴുതാൻ പറ്റില്ല, ഭയങ്കരമായിട്ട് ദുഃഖിച്ചിരിക്കുന്ന സമയത്തും നമുക്കൊന്നും എഴുതാൻ പറ്റില്ല. യെസ്, ഞാനൊരു കടന്നു പറയുന്നു, നിങ്ങളുടെ അമ്മായിയമ്മ നിങ്ങളോട് കുറെ മോശമായിട്ട് പെരുമാറും. അമ്മായിയമ്മനോട് നിങ്ങൾ ചീത്ത പറയണ്ട, നിങ്ങൾ ആ ചീത്ത ഒരു കടലാസിൽ എഴുതി. നിങ്ങൾ നോക്കി അത് എഴുതി കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിൽ റിലാക്സ് ആവും. നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങളാണ് നമ്മൾ അങ്ങോട്ട് പകർത്തി വെച്ചത്. യെസ്, അതുകൊണ്ടാണ് പറയുന്നത് പോയട്രി ഇസ് ദ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ തോട്ട്സ്. ഇത് സ്പോണ്ടേനിയസ് ഓവർഫ്ലോ. അയ്യോ ഐറണി സാർ, ഞാൻ എല്ലാ അമ്മായിയമ്മയുടെ കാര്യമായിട്ട് പറഞ്ഞത്. ഐറണീസ് അമ്മായിയമ്മ വളരെ ശുഷ്കാന്തിയുള്ള നല്ല അമ്മയാണ്. ഓക്കെ, യെസ്, ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പൊ അത് നമ്മൾ കടലാസിലാണ് എഴുതുന്നത്. സൃഷ്ടി എന്ന് പറഞ്ഞ സംഗതി അതാണ്. ഞാൻ എൻ്റെ ഇപ്പൊ സമയം പോകുന്ന അറിയാൻ ഞാൻ പറയണം, ഇതിനെ സമയം പിടിക്കും ചില കാര്യങ്ങൾക്ക്. ഇത് കൂടെ പറഞ്ഞതാണെങ്കിൽ ക്ഷമിക്കുക. പണ്ട് കാലത്ത് ഞാനൊരു കുറെ നാടകങ്ങൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം വന്നു മനസ്സിൽ. ഒരു നാടകം എഴുതിയാൽ കൊള്ളാം എന്നൊരു ആഗ്രഹം മനസ്സിൽ വന്നു. അങ്ങനെ ഒരു കഥയൊക്കെ മനസ്സിൽ വന്നു. പിന്നീട് എനിക്ക് ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ കുറെ സമയം ഫ്രീ കിട്ടി. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇതൊക്കെ ഒന്ന് പൊടി തട്ടി എടുത്തിട്ട് അതൊക്കെ ഒന്ന് എഴുതി റെഡിയാക്കി വെച്ചു. എഴുതി റെഡിയാക്കി വെച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നാടകത്തിലൊക്കെ അഭിനയിക്കുന്ന സുഹൃത്തുക്കളെ ഞാൻ കൂടെ കാണിച്ചു. അപ്പൊ അവര് പറഞ്ഞു, ഇങ്ങനെയൊന്നുമല്ല, ഇതിൻ്റെ അകത്ത് ഒരു പ്രൊഫഷണൽ നാടകം കളിക്കുമ്പോഴുണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിന്റെ കുറെ ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്, അപ്പൊ അതൊക്കെ കൂടി നോക്കിയിട്ട് വേണം ശരിയാക്കാൻ, എന്നാലാണ് അതിന്റെ ഒരു അവതരണ ഭംഗി കിട്ടുള്ളൂ എന്ന് ചോദിച്ചു. പിന്നെ അത് തിരിച്ചു മേടിച്ചു, വീണ്ടും ഒന്നുകൂടി അത് പൊളിച്ചു, വീണ്ടും രണ്ടാമത് അത് എഴുതി. എന്നിട്ട് ഞാനിത് ഇങ്ങനെ പല ആളുകളത് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കും, ഇതൊന്ന് കളിക്കാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പൊ അവര് നമ്മളോട് സ്നേഹം കൊണ്ടായിരിക്കും അവര് പറഞ്ഞു ഓക്കെ നോക്കാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞില്ല, നോ എന്ന് പറഞ്ഞ നമ്മൾ ഒഴിവാക്കുന്നത്. ഞാൻ ഏകദേശം ഒരു 6-7 വർഷത്തോളം കൂടി ഞാൻ പല ആളുകളെ കയ്യിലും പോയിട്ടുണ്ട്. യെസ്, അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ലാസ്റ്റ് തൃശ്ശൂരിൽ നിന്നുള്ള ഒരു ടീം എന്നോട് പറയാണ്, അവര് വായിച്ചു നോക്കിയിട്ട് പറഞ്ഞു ഓക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഞങ്ങളിത് അവതരിപ്പിക്കാം. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, ഞങ്ങളുടെ ട്രൂപ്പിൽ ഒരു രക്ഷാധികാരി, അദ്ദേഹം ഒരു പള്ളിയിലെ അച്ഛനാണ്. അപ്പൊ അച്ഛനും കൂടി വായിച്ചിട്ട് അച്ഛനും കൂടി ഓക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് കളിക്കണം. അപ്പൊ അങ്ങനെ ചാലക്കുടി അപ്പുറത്തുള്ള ഒരു ആശ്രമത്തിൽ അച്ഛൻ്റെ കയ്യിൽ ഞാൻ കാണാൻ പോകുന്നു. അച്ഛൻ്റെ കയ്യിൽ സ്ക്രിപ്റ്റ് കൊടുക്കുന്നു. അച്ഛൻ പറഞ്ഞു ഞാൻ 2 ദിവസം കഴിയുമ്പോൾ തൃശ്ശൂർ വരും, അപ്പൊ നമുക്ക് കാണാമെന്ന് പറയുന്നു. അങ്ങനെ തൃശ്ശൂര് 2 ദിവസം കഴിച്ച് പാറമേക്കാവ് അമ്പലത്തിനോട് ചേർന്നുള്ള ആൽത്തറയിൽ ഞാൻ ഇരിക്കുന്നു. അച്ഛൻ വരുന്നു. അച്ഛൻ പറയുന്നു ഞാൻ ഇത് വായിച്ചു, ഒരു 80 മാർക്ക് ആയിട്ടുള്ളൂ. അപ്പൊ 20 മാർക്ക് കുറഞ്ഞു പോയില്ല. ഞാൻ പറഞ്ഞു മാർക്ക് കുറഞ്ഞു പോയില്ല അച്ഛൻ എന്ന് പറഞ്ഞു. അല്ല, ഞാൻ വളരെ പിശുക്ക് മാർക്ക് തരുന്ന ആളാണ്, അപ്പൊ എന്റെ 80 മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല മാർക്കാണ്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. അത് കഴിഞ്ഞതിന് ശേഷം ഈ ട്രൂപ്പിന്റെ ഉടമസ്ഥൻ വന്നത് എന്നോട് പറഞ്ഞു, അതേ അച്ഛനൊക്കെ പറഞ്ഞു, പക്ഷെ ഒരു ചെറിയൊരു പ്രശ്നം കൂടിയിട്ട്, എന്താണ്, ഞങ്ങളുടെ നാടകത്തില് പണ്ടൊക്കെ അഭിനയിച്ചിരുന്ന ആള് ഇപ്പോഴത്തെ സിനിമാ നടനായിട്ടുള്ള ശിവജി ഗുരുവായൂർ.
അദ്ദേഹം ഞങ്ങളുടെ സമിതിയിൽ അഭിനയിച്ചിരുന്നത്. അതുകൊണ്ട് അദ്ദേഹം കൂടി ഇത് വായിച്ചിട്ട് അദ്ദേഹം കൂടി ഒക്കെ പറഞ്ഞാൽ ഞങ്ങൾ നോക്കാം. അങ്ങനെ കോട്ടപ്പടിയിലുള്ള അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകുന്നു. അദ്ദേഹത്തിന്റെ വീടിന്റെ മുകളിൽ നിന്നിട്ട് ഞാൻ അദ്ദേഹത്തിന് വായിച്ചു കേൾപ്പിക്കുന്നു. അപ്പൊ പുള്ളി ഓക്കെ, ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ പുള്ളി പറഞ്ഞു, അതൊക്കെ നമുക്ക് തിരുത്താവുന്ന വിഷയങ്ങളേ ഉള്ളൂ, ഒക്കെ പറഞ്ഞു. അപ്പൊ എനിക്കൊരു പ്രതീക്ഷ വന്നു. ഓക്കെ, അപ്പോഴാണ് പുള്ളി അടുത്തൊരു കടമ്പ. ഞാൻ പറയണത് ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. നമ്മൾ ഒരെണ്ണം എഴുതി ഇപ്പൊ തന്നെ പ്രസിദ്ധീകരിച്ച് ഇപ്പൊ തന്നെ അങ്ങനെ ചിന്തിക്കരുത്. നമ്മളങ്ങനെ ഇറങ്ങിയാണ്. യെസ്, ഇതിന്റെ റിസൾട്ട് വരുന്നത് പിന്നീടാണ്. യെസ്, അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ അതോട്ട് ഇറങ്ങുന്നു. അങ്ങനെ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം അല്ല, മൂന്നാമത്തെ കടമ്പ പറയും. അത് പറഞ്ഞു വേറൊന്നുമില്ല. അവരുടെ നാടകങ്ങളൊക്കെ സ്ഥിരം എഴുതിക്കൊണ്ടിരുന്ന ഒരു എഴുത്തുകാരനുണ്ട്. അദ്ദേഹം ഇപ്പൊ സിനിമയുടെ തിരക്കാണ്. സിബി മലയിന്റെ സിനിമയുടെ ഒക്കെ തിരക്കഥ എഴുതുന്ന പുള്ളിയാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ഇവിടെ സ്ഥലത്തുണ്ട്. അദ്ദേഹം കൂടി ഇത് വായിച്ചിട്ട് ഒക്കെ പറഞ്ഞ് നമുക്ക് നോക്കാം. മൂന്നാമത്തെ കടമ്പയായിരുന്നു. അങ്ങനെ ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുപോയി ചാരം കൊടുക്കുന്നു. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രതീക്ഷ പോയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അത്രയും സമയം വായിച്ച ആളുകൾ ഇതിനൊരു കഥാകൃത്തനെ വായിക്കുന്നത്. അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് റിജക്ട് ചെയ്യപ്പെടുന്ന എനിക്കറിയാം. എന്നാലും എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ എന്ന് വെച്ച് കൊണ്ടുപോയി കൊടുത്തു. അദ്ദേഹം അത് വായിച്ചു കഴിഞ്ഞതിന് ശേഷം എന്നോട് പറഞ്ഞു തൃശ്ശൂര് വരിക എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ തൃശ്ശൂര് കോർപ്പറേഷന്റെ ആ ഒരു പാർക്കുണ്ട്, പഴയ മുനിസിപ്പൽ പാർക്ക്, ഇപ്പൊ കോർപ്പറേഷനാണ്. അപ്പൊ അവിടെ അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ പുള്ളി പറഞ്ഞു, പുള്ളി വായിച്ച് പുള്ളിക്കത് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അത് കളിക്കുന്നു. അങ്ങനെ നമ്മുടെ തൃശ്ശൂര് ടൗൺ ഹാളില് ഒരു നിറഞ്ഞ സദസ്സിന് മുന്നിൽ കളിച്ചു കഴിഞ്ഞപ്പോ ആ ഇരുന്ന് കണ്ടവര് വേറെയും സമിതിയുടെ ഓർഡേഴ്സ് ഉണ്ടായിരുന്നു. അവര് എന്നെ വിളിച്ചു, കാരണം എഴുതിയെന്ന്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ വിചാരിക്കുന്ന നമുക്കൊരു തുടക്കം എവിടെയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ നിന്ന് കയറി വരാൻ പറ്റും. ആ ഒരു ഇനീഷ്യൽ കിട്ടാനായിട്ട് അത് ജീവിതത്തിൽ വലിയൊരു പാടാണ്. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൽ, ഞാൻ എപ്പോഴും ഇത് ഞാൻ പറഞ്ഞിട്ടില്ല ഇതുപോലെ. ഇപ്പൊ ഈ സന്ദർഭോചിതമായിട്ട് വന്നതുകൊണ്ടും റാസ്മിനെ വിഷയമൊക്കെ എടുത്തിട്ടതുകൊണ്ടും റാസ്മിനെ അവിടെ നിന്ന് സ്വപ്നം കാണുന്നത് കൊണ്ടും പറഞ്ഞു. കാരണം ആ സ്വപ്നം കണ്ടോ ഒറ്റയടിക്ക് ഇതൊക്കെ റെഡി ആവുമെന്ന് ചിന്തിക്കരുത്. ഇതൊക്കെ ഇതിനകത്തേക്ക് നമ്മൾ ഇറങ്ങുമ്പോഴാണ് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അതിനകത്ത് നമുക്ക് ഫേസ് ചെയ്യുന്നത്. യെസ്, അപ്പൊ അതൊക്കെ കടന്ന് ചെന്നാൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പൂക്കാലം റാസ്മിനെ നോക്കിയിരിക്കണ്ട. ചെക്കുകൾ മാറാനായിട്ട്. ചുമ്മാ പറഞ്ഞത്, എനിക്ക് അങ്ങനെ എഴുതേണ്ട കഴിവൊന്നുമില്ല. യെസ്, അപ്പോ പക്ഷെ ഞാൻ വിചാരിക്കുന്നുണ്ട്, ഇപ്പൊ ഇവിടെ 24 പേരുണ്ട്. ഈ 24 പേരിന് പറഞ്ഞോളൂ രേവതി. സാർ ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ സാറിന്റെ റൈറ്റിംഗ്? യെസ്, കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. യെസ് യെസ്, ഇപ്പൊ വേറൊരു ലെവലിലോട്ടാണെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, എനിക്ക് ഈ 2 ഓപ്ഷൻ ഉള്ളത്, പഠിപ്പിക്കുക, എഴുതുക, അത് 2 ഓപ്ഷൻ ഉള്ളൂ. യെസ്, ഓക്കെ. ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ പറയുമ്പോൾ ഈ 23, 24 പേരില് ഒരാളുടെ മനസ്സിലെങ്കിലും തോന്നിയിട്ടുണ്ടാവും, മതി ഞാൻ ഒരാൾക്കെങ്കിലും ഒരു ഇൻസ്പിറേഷൻ ഞാനും അത് ചെയ്തു നോക്കും. യെസ്, പണ്ട് ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോ ഒരുപാട് വായിക്കുകയും ഒരുപാട് പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്തിരുന്നതാണ്. എവിടെയോ വെച്ചതൊക്കെ എനിക്ക് കൈവശം വന്നു പോയതാണ്. ഇനി ഞാനതൊക്കെ പൊടി തട്ടിയെടുക്കും എന്ന് ഈ 23 പേരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഐ ആം സാറ്റിസ്ഫൈഡ്. ഓക്കെ ലിലി? ഓക്കെ, വെരി ഗുഡ്. ആർക്കെങ്കിലും നിങ്ങൾ നോക്കിക്കോ, ഇത് ഒരുപാട് നമുക്ക് സാമ്പത്തികമായിട്ട് രക്ഷപ്പെടും. പിന്നെ അതിനോടൊപ്പം തന്നെ നമുക്ക് എന്ത് പണി, നിങ്ങൾ എന്ത് ജോലി ചെയ്യാനായിക്കോട്ടെ, ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ നടക്കുമ്പോഴും പോകുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിലുള്ള ഓരോ കഥാപാത്രങ്ങൾ, ചിന്തകൾ, ഓരോന്നിനെയും കടന്നുകൾ നന്നായിട്ട് ഒബ്സർവ് ചെയ്യാം. ഇതിങ്ങനെയാണ് ഒബ്സർവ് ചെയ്യാം. അത് അതിന്റെ നമ്മൾ വേറൊരു വേഷം കൊടുക്കും. യെസ്, എനിക്ക് ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ അച്ഛനെയും അമ്മയെയും ധിക്കരിച്ചിട്ട് വേറൊരു സ്നേഹിച്ച പയ്യനും കൂടെ ഇറങ്ങിപ്പോയി. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പൊ എനിക്ക് പരിചയമുള്ള വീടാണ്. അപ്പൊ പിറ്റേന്ന് രാവിലെ ഈ വീട്ടിൽ ഞാൻ നിൽക്കണം. അപ്പൊ അങ്ങനെ നിന്ന് കഴിയുമ്പോ അവരുടെ വിഷമങ്ങൾ കാണാം. അപ്പൊ എന്ത് വേണം, അപ്പൊ അച്ഛനമ്മയെ ഭയങ്കര വിഷമിച്ചിരിക്കണം, ഇനി അതൊരു മകളിൽ അതൊക്കെ പറഞ്ഞൊക്കെ നിൽക്കണം. അപ്പൊ ഞാനുണ്ട് അവിടെ. അപ്പൊ ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, അവരെ ഞാൻ ചിന്തിക്കുന്നത്. ഈ സമയത്ത് ഇവർ രണ്ടുപേരും കൂടി ഒന്ന് തിരിച്ചു വന്നിരുന്നെങ്കിൽ
എന്തായിരിക്കും അവസ്ഥ? അല്ല, നമ്മളെപ്പോഴും നമ്മൾ കാണുന്ന വിഷയത്തെ ഒന്ന് മാറ്റി ചിന്തിക്കൂടാ. ഇത് ഇങ്ങനെയല്ലാതെയാണ് സംഭവിച്ചിരുന്നെങ്കിൽ പിന്നെ എങ്ങനെയാവും? യെസ്, അവിടെയാണ് നിങ്ങളിലുള്ള ആ ഒരു സൃഷ്ടിപരമായിട്ടുള്ള കഴിവ്. യെസ്, ഇങ്ങനെയല്ലായിരുന്നെങ്കിൽ പിന്നെ അത് എങ്ങനെയാകുക? യെസ്. അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള മനസ്സിലേക്ക് പുതിയ ചിന്തകൾ വരും. ആ പുതിയ ചിന്തകൾ കടലാസിൽ പിറവിയെടുക്കട്ടെ. ഓക്കെ, നമുക്ക് വീണ്ടും ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഈ പറഞ്ഞ നെഗറ്റീവ് വാചകങ്ങളെ കുറിച്ചാണ്. അപ്പൊ ഇവിടെ വനജയോട് ചോദിച്ച ചോദ്യമാണ് ഇവിടെ എത്തിച്ചത്. വനജ, ഷീ വർക്ക്ഡ് ഫോർ മീ. ഒരു വാചകം കണ്ടില്ലേ? ഞാനൊരു വാചകം പറയുന്നത്, ഷീ വർക്ക്ഡ്, WORKED, വർക്ക്ഡ് ഫോർ മീ. വനജ? കേൾക്കുന്നുണ്ട്. ഓക്കെ, ഇതിന്റെ അകത്തുള്ള ഓക്സിലറി വെർബ് ഏത്, അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വെർബ് ഏത്? ഇതിനെ നെഗറ്റീവ് ആക്കുമ്പോൾ നമുക്ക് ഡിഡ് ചേർക്കില്ലേ സർ? യെസ്, വെരി ഗുഡ്, വെരി ഗുഡ് വനജ, വെരി ഗുഡ്, വെരി ഗുഡ്. നോക്കിയേ, ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഷീ വർക്ക്ഡ് ഫോർ മീ, അവൾ എനിക്ക് വേണ്ടി ജോലി എടുത്തു. ഇതിന്റെ അകത്ത് നമ്മൾ നോക്കുമ്പോൾ ഈസ് ഇല്ല, ആമില്ല, ആറില്ല, വാസില്ല, വേറില്ല, ഹാസ്, ഹാവ്, ഹാഡ്, ഇതൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ അവിടെ ഒരു നിയമം വെച്ച് ചെയ്യാൻ പറ്റുള്ളൂ. നേരത്തെ ഞാൻ പറഞ്ഞ ഹെൽപ്പിംഗ് വെർബ് ഉണ്ടെങ്കിൽ അത് എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി? അത് കഴിഞ്ഞ ശേഷം നെഗറ്റീവ് ആക്കാൻ ഒരു നോട്ട് ചേർക്കണം. അപ്പോ ഇതിന്റെ അകത്ത് അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഓക്കെ, ഹൈറോബീസ കറക്റ്റ് ആണ്. നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ അകത്ത് മെയിൻ വെർബ് എടുക്കും. മെയിൻ വെർബ് നോക്കുമ്പോ ലിനി, ഏതാണ് ഇതിനകത്ത് മെയിൻ വെർബ്? സർ, ഷീ അല്ലേ? ഷീ സബ്ജക്റ്റ് ആണ്. അവൾ ചെയ്ത പ്രവൃത്തി എന്താണ്? വർക്ക്. ഓക്കെ, നമ്മൾ നോക്കാം. സബ്ജക്റ്റ് എന്ന് വെർബിന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, വെർബിന് എപ്പോഴും നമുക്ക് 3 കാലങ്ങൾ പറയാൻ പറ്റും. ഓടുക വെർബാണ്, ഓടി ഓടും. ചാടുക, ചാടി ചാടും. ജോലി ചെയ്യുക, ജോലി ചെയ്തു ജോലി ചെയ്യും. ഉറങ്ങുക, ഉറങ്ങി ഉറങ്ങും. പഠിക്കുക, പഠിച്ചു പഠിക്കും. പക്ഷെ അവൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 3 കാലങ്ങൾ പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതെന്താണ്? അതൊരു പേരാണ്, അതൊരു നൗണാണ്. വെർബിന് എപ്പോഴും എന്തുണ്ടാവും? 3 കാലങ്ങളുണ്ടാവും. നോക്കിയേ, ഷീ വർക്ക്ഡ്, അവൾ ജോലി ചെയ്തു. ഫോർ മീ, എനിക്ക് വേണ്ടി. അപ്പൊ ജോലി ചെയ്യുക എന്നുള്ളതാണ്, വർക്ക് എന്നുള്ളതാണ് ഇവർക്ക് പറഞ്ഞത്. അപ്പൊ അങ്ങനെ തന്നിരിക്കുന്ന വാചകത്തിൽ ഹെൽപ്പിംഗ് വെർബ് ഇല്ല എങ്കിൽ നമ്മൾ മെയിൻ വെർബ് നോക്കും. അപ്പൊ വർക്ക് നമുക്ക് മെയിൻ വെർബായിട്ട് കിട്ടി. ആ വെർബ് മാത്രം നോക്കിയാൽ പോരാ, ആ വെർബ് ഏത് ടെൻസിലാണെന്ന് കൂടി നോക്കും. വിച്ച് ടെൻസ്? അപ്പൊ നോക്കിയേ, നമുക്കറിയാം പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. 3 ടെൻസ് നമുക്കറിയാലോ. ഗോ പ്രസന്റ് ടെൻസ് ആണ്, വെന്റ് പാസ്റ്റ് ടെൻസ് ആണ്, ഗോൺ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. WORK വർക്ക് പ്രസന്റ് ടെൻസ് ആണ്, WORKED വർക്ക് പാസ്റ്റ് ടെൻസ് ആണ്, പാസ്റ്റ് പാർട്ടിസിപ്പിളും WORKED തന്നെയാണ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും, ഈ ഉപയോഗിച്ചിരിക്കുന്ന വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റ് ടെൻസിലെ വർക്ക് ആണ്. അപ്പൊ ഈ ഉപയോഗിച്ചിരിക്കുന്ന ഏത് ടെൻസാണ്? പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ ഞാൻ ഒന്നും കൂടി ചുരുക്കിയാണ്. തന്നിരിക്കുന്ന വാചകത്തിൽ ഓക്സിലറി വെർബ് ഇല്ല എങ്കിൽ, ഹെൽപ്പിംഗ് വെർബ് ഇല്ല എങ്കിൽ മെയിൻ വെർബ് നോക്കണം. മെയിൻ വെർബ് നോക്കിയിട്ട് ആ മെയിൻ വെർബ് പാസ്റ്റ് ടെൻസിലാണെങ്കിൽ, എന്ത് ടെൻസിലാണെങ്കിൽ? പാസ്റ്റ് ടെൻസിലാണെങ്കിൽ അതിന്റെ നെഗറ്റീവ് എഴുതുമ്പോൾ ഡിഡ് നോട്ട് എന്ന് ചേർക്കണം. എന്ത് ചേർക്കണം? ഡിഡ് നോട്ട്. ശ്രദ്ധിച്ചോളൂ കേട്ടോ. സാർ, ഒന്നും കൂടെ പറയോ? ഓക്സിലറി വെർബ് ഇല്ലെങ്കിൽ അതൊന്നും കൂടെ ഒന്ന് പറയാവോ? ഓക്കെ. ഓക്സിലറി വെർബ് ഇല്ല എങ്കിൽ ഇപ്പൊ ഏതൊക്കെയാണ് ഓക്സിലറി വെർബ്? ഈസ്, ആമ്, ആറ്, വാസ്, വേറ്, ഹാസ്, ഹാവ്, ഹാഡ്, വില്ല്, വുഡ്, ഷാല്, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, ഇങ്ങനെയൊക്കെയുള്ള സംഗതികളൊന്നും ഇല്ല എങ്കിൽ നിങ്ങൾ എന്ത് നോക്കുക? മെയിൻ വെർബ് നോക്കുക. മെയിൻ വെർബ് നോക്കുക മാത്രമല്ല, ആ വെർബിന്റെ ടെൻസും കൂടി നോക്കും. കാരണം വേറെ ടെൻസ് ആണെങ്കിൽ വേറെ നിയമം.
നമ്മൾ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, പാസ്റ്റ് ടെൻസ് ആണ്. യെസ്, ടെൻസ് മാറിക്കഴിഞ്ഞാൽ വേറെ നിയമമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ടെൻസ് നോക്കണം. ടെൻസ് നോക്കിക്കഴിയുമ്പോൾ അത് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ അതിന്റെ നെഗറ്റീവ് വാചകം എഴുതുമ്പോൾ ഡിഡ് നോട്ട് എന്ന് ചേർക്കും. എന്താണ് ഡിഡ് നോട്ട്? ഇനി ഒരു കാര്യം കൂടി നമ്മൾ ഓർത്തിരിക്കണം, ഈ ഡിഡ് വരുന്ന വാചകത്തിൽ പിന്നെ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കാൻ പാടില്ല. കാരണം ഡിഡ് കഴിഞ്ഞാൽ പിന്നെ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കാം. അങ്ങനെ ഒരു നിയമം കൂടി ഓർത്തിരിക്കുക. തന്നിരിക്കുന്ന വാചകത്തില് ഓക്സിലറി വെർബ് ഇല്ലെങ്കിൽ മെയിൻ വെർബ് നോക്കുന്നു. മെയിൻ വെർബ് നോക്കിക്കഴിയുമ്പോൾ അത് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ഡിഡ് നോട്ട് ഉപയോഗിക്കണം. ഡിഡ് ഉള്ള വാചകത്തിൽ പിന്നെ പാസ്റ്റ് ടെൻസ് പറയരുത്, പ്രസന്റ് ടെൻസ് പറയാം. അപ്പൊ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും നെഗറ്റീവ് ആക്കിയിട്ട്? ഷീ ഡിഡ് നോട്ട്, അടാ ഷീ ഡിഡ് നോട്ട് വർക്ക് എന്നുള്ളതിന്റെ ആ ഇ ഡി കളയാ, പ്രസന്റ് ടെൻസ് മതി. അത് പ്രസന്റ് ടെൻസിലാണ്. നമുക്ക് പറഞ്ഞ അതാണ് നമ്മൾ ടെൻസ് നോക്കണമെന്ന് പറഞ്ഞത് കേട്ടോ. ഇവിടെ നമ്മൾ ഡിഡ്, ഓക്കെ അത് ഞാൻ പറഞ്ഞില്ലേ, വേറെ ടെൻസിന് വേറെ എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ഇവിടെ നമ്മൾ നോക്കുന്നത് പാസ്റ്റ് ടെൻസ് മാത്രം. അപ്പൊ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ഡിഡ് ചേർക്കുക, നോട്ട് ചേർക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ പാസ്റ്റ് ടെൻസ് പറയരുത്, പ്രസന്റ് ടെൻസ് പറയും. അപ്പൊ ഇതിന്റെ ആൻസർ എന്ത് വരും? ഷീ ഡിഡ് നോട്ട് വർക്ക് ഫോർ മീ. ഷീ ഡിഡ് നോട്ട് വർക്ക് ഫോർ മീ. പിടികിട്ടിക്കാണെന്ന് വിശ്വസിക്കുന്നു. യെസ്, ഞാൻ അടുത്തൊരു വേറെ കാര്യം ചോദിക്കാം. വിനീത, വിനീത, യെസ്, ബിനീഷ. ഓക്കെ, ഞാൻ വേറൊരു വാചകം പറയണു ബിനീഷ. They went to Delhi. They went to Delhi. ഈ വാചകത്തിന്റെ നെഗറ്റീവ് വാചകം എന്ന് പറയാമോ ബിനീഷ? എന്താ സാർ? They went to ഡൽഹി. They went to Delhi. They did not go Delhi. കറക്റ്റ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ബിനീഷ് ഇവിടെ നോക്കി കഴിഞ്ഞപ്പോ വെന്റ് പാസ്റ്റ് ടെൻസ് ആണ് അല്ലേ? ഗോ എന്ന് പറയുന്നതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് വെന്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഗോൺ. അപ്പൊ പാസ്റ്റ് ടെൻസ് ആണെന്ന് മനസ്സിലായി. തന്നിരിക്കുന്ന വാചകത്തിൽ ഓപ്ഷൻ വരത്തില്ല. അപ്പൊ എന്ത് ചെയ്യുന്നു? ഡിഡ് നോട്ട് ചെയ്തു. ഡിഡ് നോട്ട് വെന്റ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഡിഡ് നോട്ട് കഴിഞ്ഞാൽ ഓക്കെ ഹൈർലീസ, ഡിഡ് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പിന്നെ അത് കഴിഞ്ഞാൽ പ്രസന്റ് ടെൻസ് പറയാവോ? അർത്ഥം പാസ്റ്റ് ടെൻസ് ആണ്. They did not go to Delhi. അവർ ഡൽഹിയിൽ പോയിട്ടില്ല. നീ ഭക്ഷണം കഴിച്ചോ? ഭർത്താവ് ചോദിച്ചു. അപ്പൊ എന്ത് പറയാം? I did not eat food. ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല. അവൻ എഴുന്നേറ്റോ? He did not get up. അവൻ എഴുന്നേറ്റിട്ടില്ല. യെസ്, കറക്റ്റ് ആയിട്ട് പറയാമല്ലോ. അപ്പൊ നമ്മൾ പറഞ്ഞത് ഞാൻ ഒന്നുകൂടി ചുരുക്കുകയാണ്. തന്നിരിക്കുന്ന വാചകത്തിൽ ഓക്സിലറി വെർബ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് ആക്കാൻ എളുപ്പമാണ്. തന്നിരിക്കുന്ന വാചകത്തിൽ ഓക്സിലറി വെർബ് ഇല്ല എങ്കിൽ എന്ത് ചെയ്യണം? ഡിഡ് നോട്ട് ടെൻസ് നോക്കണം. ടെൻസ് നോക്കിയിട്ട് ടെൻസ് പാസ്റ്റ് ടെൻസിലാണെങ്കിൽ ഡിഡ് നോട്ട് ചേർക്കണം. ഡിറ്റ് വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോളണം, അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും പാസ്റ്റ് ടെൻസ് എഴുതാൻ പാടില്ല, പ്രസന്റ് ടെൻസ് എഴുതുക. യെസ്, അടുത്ത ഒരു വാചകം പറയാം. They took books from the shelf. ഒന്നുകൂടി പറയാം. They took books from the shelf. ഓക്കെ, നിങ്ങൾ സ്വന്തമായിട്ട് ഒന്ന് എഴുതി നോക്കുക. They took books from the shelf. ഹൈറനീസ ശരിയാക്കി പറഞ്ഞു. They took took books from the shelf.
SHELM. Shell. They didn't take. Very good, very good, very good, very good. Yes. അപ്പൊ നമുക്ക് എന്താ പറയാം? ഇതിന്റെ ആൻസർ they didn't അല്ലെങ്കിൽ did not take. തുക്കുന്നുള്ള എന്താ പ്രസിഡൻസ് വന്നു. They did not take books from the shelf. ഇങ്ങനെ എല്ലാം എഴുതിയതെങ്കിൽ സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, വനജ കറക്റ്റ് ആണ്. യെസ്, കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്. യെസ്. അപ്പൊ ഇന്ന് നമ്മൾ നോക്കിയത് എങ്ങനെയാണ് ഒരു സെന്റൻസ് നെഗറ്റീവ് ആക്കുക എന്നുള്ളത് നമ്മൾ നോക്കിയത്. അതിലെ 2 കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. ഓക്സിലറി വെർബ് ഉള്ളതും ഓക്സിലറി വെർബ് ഇല്ലാത്തതും. ഓക്സിലറി വെർബ് ഉള്ളതിനെ നെഗറ്റീവ് ആക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? നോട്ട് ചേർത്താൽ മതി, എളുപ്പമാണ്. ഓക്സിലറി വെർബ് ഇല്ല എങ്കിൽ എന്ത് ചെയ്യണം? അതിന്റെ ടെൻസ് നോക്കണം. ആ ടെൻസ് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ഡിഡ് നോട്ട് ചേർക്കണം. ഡിഡ് നോട്ട് കഴിഞ്ഞാൽ അവിടെ എന്താ പറയേണ്ടത്? പ്രസന്റ് ടെൻസ് ഉപയോഗിക്കാവും. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ പറഞ്ഞത്. ഒന്നിയുടെ ഭാഷ കൂടി പറയാം. ഓക്കെ, taught, TAUGHT, taught me, they taught me English grammar. നിങ്ങള് ഒരു പാട്ടിന്റെ വശം എങ്ങനെയുണ്ട? ഇല്ലല്ലേ? ഉണ്ട്. ഓക്കെ 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 ഓക്കെ. അത് നമ്മുടെ അടുത്ത കോൺവെക്കേഷൻ സെറമണിക്ക് വേണ്ടി ടീച്ചർമാർ അവിടെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ കോൺവെക്കേഷൻ വരുമ്പോഴും ഉണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യം വന്ന ഒരു കോൺവെക്കേഷനിലെ MTയിലെ വിദ്യാർത്ഥികൾ തകർപ്പം പരിപാടിയായിരുന്നു. എന്തൊക്കെയാണ് സ്കിറ്റ് വരെ അവരവിടെ അവതരിപ്പിച്ചു. അതിൻ്റെ അത് നമ്മുടെ നിഷ ടീച്ചറിന്റെ ക്ലാസ് വരെ അവര് എടുത്തിട്ട് കറക്റ്റ് ജിഷ ടീച്ചർ ക്ലാസ് എടുക്കുമ്പോഴുള്ള ആ ഒരു ഓരോ ടീച്ചർമാർക്ക് സാറുമാർക്ക് ഓരോ മാസ പരീക്ഷകളൊക്കെ ഉണ്ടാവൂല്ലേ, അതുവരെ കറക്റ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ രസകരമായിട്ട് അവതരിപ്പിച്ചു കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതേ ചില ചിന്തകൾ നിങ്ങൾക്ക് ഞാൻ ഒന്ന് ഇട്ടു തന്നതാണ്. മനസ്സിൽ കിടന്നോട്ടെ. സാറ മാനറിക്സ് അനുകരിക്കണം. പറഞ്ഞോളൂ രാഷ്ട്രീയ. സാറേയും കൂടി മാനറിക്സ് അനുകരിക്കണം എന്നാണോ അടുത്ത സ്ക്രിപ്റ്റില് MT14? വെരി ഗുഡ്. അതൊക്കെ ഞാൻ നല്ല എന്താ പറയാ വളരെ രസകരമായിട്ട് ഇവരുടെ പ്രോഗ്രാമിന്റെ വീഡിയോ ഉണ്ടാവില്ല സാർ? പ്രോഗ്രാമിന്റെ വീഡിയോ ഉണ്ടാവോ? ഇൻസ്റ്റാഗ്രാമിന്റെ പേജിൽ കേട്ടോ. ഈ ഞാനേ നിങ്ങൾ അത് പങ്കെടുക്കാൻ, ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴേ അവിടെ അന്ന് +2 ഒന്നും തുടങ്ങിയിട്ടില്ല, പ്രീ ഡിഗ്രിയാണ്. അപ്പൊ അന്ന് അവിടെ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന ഒരു പയ്യൻ, ഞാൻ ഡിഗ്രിക്കാണ്, പക്ഷെ അത് ആ പയ്യൻ എന്താണ് ഈ പ്രീ ഡിഗ്രി ആയതുകൊണ്ടും പുള്ളിയുടെ സ്റ്റൈലും കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കപ്പെടും. കാരണം നല്ല ബ്ലാക്ക് കളറാണ് പുള്ളി, പക്ഷെ വളരെ ലൂസുള്ള വൈറ്റ് ഷർട്ട് ഇട്ട പുള്ളി വരും പലപ്പോഴും. അപ്പൊ വന്നു കഴിഞ്ഞാല് അങ്ങനെ ചമ്മലൊന്നുമില്ല. എന്ത് പരിപാടി കോളേജിൽ ഉണ്ടാകും എല്ലാത്തിനും പുള്ളി ഉണ്ടാവും. ജയിക്കൊന്നുമില്ല, എല്ലാത്തിനും തോക്കുള്ളൂ. മിസ്റ്റർ കോളേജൊക്കെ തിരഞ്ഞെടുപ്പോ പുള്ളി എരിമൂള് പോലെ ഇരിക്കണം എന്നുള്ളൂ. എന്നാലും പുള്ളി എന്ത് ചെയ്യും, അതിന്റെ ഇടയിൽ കൂടി ഒരു ഷോർട്ട്സ് ഒക്കെ ഇട്ടിട്ട് പുള്ളിയും കയറി വരും. അങ്ങനെ ചമ്മലെന്ന് പറഞ്ഞ സംഗതി പുള്ളിയിൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ പലപ്പോഴും ഞങ്ങളുടെ ക്ലാസ് മുകളിലാണ്, സെക്കൻഡ് ഫ്ലോറിൽ നോക്കുമ്പോൾ ഈ താഴെ ഈ പെയിന്റിങ് നടക്കുന്നത് കാണാം. ശ്രദ്ധിക്കുകയാണ്. യെസ്. വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ആ പയ്യനെ വിളിച്ച പേരാണ് സലീം കുമാർ. ആ പയ്യനാണ് പിന്നീട് സലീം കുമാർ ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ കണ്ടപ്പോ ഞാൻ ഓർത്തു, ഇതാണ് നമ്മുടെ പഠിച്ചിരുന്ന പയ്യനല്ലേ എന്ന് ഓർത്തു. അതുകൊണ്ടാണ് നമ്മൾ ആരെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും.
ഫുൾ A+ കിട്ടിയവനായിരിക്കില്ല ചിലപ്പോൾ പഠിക്കാൻ എടുക്കണമെന്നായിരുന്നില്ല. ഫസ്റ്റ് ഗ്രൂപ്പ് സെക്കൻഡ് ഗ്രൂപ്പ് ഒക്കെ ആയിരുന്നു. കാരണം നമ്മൾ വലിയ റെക്കോർഡ് ബുക്കൊക്കെ കഷത്തിൽ വെച്ച് പുള്ളിക്ക് പോകും. ഉച്ചയാകുമ്പോൾ പെൺകുട്ടിയുടെ ചെന്ത് വീട്ടിലൊക്കെ വഹിച്ചിട്ട് അവിടെ വന്ന് ക്യാൻറ്റീനിൽ വന്ന് ഭക്ഷണം ഇങ്ങനെയൊക്കെ നടന്ന്. പക്ഷെ ചമ്മല എന്ന ഒരു സംഗതി മാത്രം ഞാൻ പുള്ളിയെ കണ്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് പിന്നീട് നമ്മൾ അദ്ദേഹത്തിന് എവിടെയൊക്കെ കിട്ടി, പുള്ളിക്ക് ദേശീയ അവാർഡ് വരെ കിട്ടി. യെസ്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ആരെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് ഏത് ലെവലിൽ അവർ എത്തുമെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. യെസ്, ചിലപ്പോ ആ ലെവലൊക്കെ നമ്മൾ വിചാരിക്കുന്നതിന്റെ അപ്പുറത്തേക്ക്. ഓക്കെ 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 ഇനി ഇതിനിടയ്ക്ക് ആ ഒരു സെന്റൻസ് വിട്ടുപോയല്ലേ. യെസ്, ഓക്കെ 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 യെസ് വിജി കറക്റ്റ് ആണ്. അപ്പൊ ഇപ്പൊ എഴുതിയ വാചകം ഞാൻ ഒന്ന് പറയാം. യെസ്, ദേ ടോട്ട് മീ ഇംഗ്ലീഷ്. അപ്പൊ നമ്മൾ നോക്കുക. ഓക്കെ, സംഗീത ടീച്ച് എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇതിന്റെ നെഗറ്റീവ് വാചകം എഴുതുമ്പോ ഷീ ഡിഡ് നോട്ട് ടീച്ച് മീ ഇംഗ്ലീഷ്. ഷീ ഡിഡ് നോട്ട് ടീച്ച് മീ ഇംഗ്ലീഷ് ഗ്രാമർ. ഓക്കെ, കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. അപ്പോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വരുമ്പോ വേറൊരു ടെൻസിന്റെ നമുക്ക് നോക്കാം. അപ്പൊ നമ്മളിത് നോക്കിയത് എങ്ങനെയാണ് ഹൗ ടു ചേഞ്ച് എ സെന്റൻസ് ടു നെഗറ്റീവ്. അപ്പൊ അതില് ഓക്സിലറി വെർബ് ഉള്ളത് നോക്കി, ഓക്സിലറി വെർബ് ഇല്ലാത്തതില് വെർബ് സിമ്പിൾ പാസ്റ്റ് ഉള്ളത് നമ്മൾ നോക്കി. യെസ്, സൈനിങ് ഔട്ട് ഉണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ ക്ലോസ് ചെയ്യാം. സർ ഞാൻ പറയുന്നുണ്ട് സൈൻ ഓഫ്. യെസ്, ഓക്കെ 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 രേവതി. താങ്ക് യു സോ മച്ച് സർ. ഇന്നത്തെ ഈ മോട്ടിവേഷൻ ആയിട്ടുള്ള ഈ ക്ലാസ്സിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ഇനി ക്ലാസ്സിലിരുന്ന ഇത്രയും പേർക്ക് തന്നെ ഹെൽപ്ഫുൾ ആയിരുന്നു എന്ന് തോന്നുന്നു. സാറിന്റെ ഈ ഒരു എന്താ പറയണ്ട മോട്ടിവേറ്റഡ് ആയിട്ടുള്ള സ്പീച്ച് കാരണം എന്തായിരുന്നാലും ഇത്രയും 25 സ്റ്റുഡൻസിനകത്ത് നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 5 പേരെങ്കിലും അത് മാറ്റി ചിന്തിക്കാൻ, അവരെന്തെങ്കിലും ഒരു പ്രചോദനം കൊണ്ട് ഒരു പേപ്പർ എടുത്ത് എന്തെങ്കിലും ഒന്ന് റൈറ്റ് ചെയ്യാനുള്ള ട്രൈ ചെയ്യും നമ്മൾ ആരെങ്കിലും ഒരു 5 പേരെങ്കിലും. താങ്ക് യു സോ മച്ച് ഇന്നത്തെ ഈ വണ്ടർഫുൾ ക്ലാസ്സിന് വേണ്ടിയിട്ട് സർ. ഓക്കെ, താങ്ക് യു. ആരെങ്കിലും ഒക്കെ ചെയ്യും, ഇന്ന് തന്നെ ചെയ്യുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. നിങ്ങൾ എഴുതുന്നത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടല്ല, വെറുതെ ഇരിക്കട്ടെ. ചിലപ്പോൾ നിങ്ങൾ കടലാസ് എടുത്തിട്ട് എഴുതുന്ന പേര് നിങ്ങൾ ഒപ്പുമായിരിക്കും, അത് ചെയ്താൽ മതി. 2 ദിവസം അങ്ങനെ പോട്ടെ. യെസ്, ഓക്കെ, വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, താങ്ക് യു സർ. Thank you, sir. താങ്ക് യു സർ.